ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് ഡെലീഷ്യസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുള്ളൊരു ഹൽവയാണ്. ഇതിനായി ആദ്യം ഒരു കപ്പ് ഗോതമ്പ് മാവ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഗോതമ്പ് മാവിന് പകരം മുഴുവൻ ഗോതമ്പും കുതിർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അത് നിറയെ വെള്ളം ഒഴിച്ച് 6 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഓവർനൈറ്റ് വെച്ചിരുന്നാലും മതിയാകും. അതിന് ശേഷം എടുത്ത് ഞരടി അതിലെ പാല് എടുക്കുക. ധാരാളം വെള്ളം പല പ്രാവശ്യം ചേർത്ത് കൊടുത്ത് നന്നായി ഞരടി പാൽ മുഴുവനായും എടുക്കുക. പൂർണ്ണമായും പാൽ എടുത്തതിന് ശേഷം അടിയിലുള്ള കൊത്ത് മാറ്റാവുന്നതാണ്. എടുത്ത പാൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ഉയരമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. മൂന്നോ 4 മണിക്കൂർ ഇങ്ങനെ മാറ്റി വയ്ക്കുക. വെള്ളം തെളിയുവാനാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. ധാരാളം വെള്ളം ചേർത്ത് ഇങ്ങനെ ഒഴിച്ച് മാറ്റി വെച്ചില്ലെങ്കിൽ ഹൽവ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു അല്പം പുളിച്ച രുചി ഉണ്ടാകും. മീതെ തെളിഞ്ഞു നിൽക്കുന്ന വെള്ളം പൂർണ്ണമായും മാറ്റി കൊടുക്കുക. അടിയിൽ കട്ടിക്കുള്ള പാലുണ്ടാകും. ഇത് പുതിയ വെള്ളം ഉപയോഗിച്ച് കലക്കി യോജിപ്പിക്കുക. ഇങ്ങനെ നേർപ്പിച്ചെടുത്ത പാൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ട കെട്ടാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഹൽവയ്ക്ക് നല്ല നിറം കിട്ടുന്നതിനായി നമുക്ക് കാരമൽ ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനായി 1/4 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യുന്നതിനായി എടുത്തു. ഇത് കഴിഞ്ഞു പോകാതെ നന്നായി കാരമലായി ആവുമ്പോൾ ഹൽവയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറുത്ത കാഷ്യൂ നട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി അല്പാൽപ്പം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പാത്രത്തിൽ നിന്നും വിട്ടുവരുന്നതാണ് ഹൽവയുടെ പാകം. രുചികരമായ ഹൽവ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.